ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവവചനവുമായിട്ട് കടന്നു വരുവാൻ തക്കോണം ദൈവം സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുവാൻ തക്കോണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 20-ാം വാക്യം ഇപ്രകാരമാണ്: അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അതിൻ്റെ 21-ാം വാക്യത്തിൽ, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. 22-ാം വാക്യത്തിൽ, അതിനെ ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമുക്ക് 20-ാം വാക്യത്തിൽ നാം കാണുന്നത് ഒരു വ്യക്തിക്ക് എങ്ങനെ ദൈവസന്നിധിയിൽ നീതിമാനായി ജീവിക്കുവാൻ കഴിയും, എങ്ങനെ നീതീകരിക്കപ്പെടുവാൻ തക്കോണം കഴിയും. കാരണം അതിൻ്റെ 23-ാം വാക്യത്തിൽ പറയുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അത് മാനവജാതിയുടെ മനുഷ്യന്റെ അവസ്ഥയാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യർക്ക് എങ്ങനെ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നത്. അതിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അതായത് നമ്മൾ ന്യായപ്രമാണമോ അതിന് ന്യായപ്രമാണത്തിൻ്റെതായിരിക്കുന്ന കർമ്മങ്ങളോ അതിൻ്റെ ചില പ്രവർത്തനങ്ങളോ ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനോ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുവാനോ കഴിയുകയില്ല എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് പലരും ക്രിസ്ത്യാനികളെന്ന പേര് അറിയപ്പെടുന്നവരും ഈ പ്രവൃത്തികളാൽ രക്ഷയുണ്ട് എന്ന് പറയുന്ന അനേകരെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് രക്ഷ ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നവർ ഈ കാലങ്ങളിലും അനേക ക്രിസ്ത്യാനികളെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. എന്നാൽ പിന്നെ ഇവിടെ നാം കാണുന്നത് വളരെ വ്യക്തമാണ്. നാം ഓരോരുത്തരും വളരെ ആഴമായി ചിന്തിക്കേണ്ട ഒരു വേദഭാഗമാണ് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങൾ. എന്നാൽ ഇപ്പോൾ ഞാൻ വായിച്ചത് 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ പറയുന്നത്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ മനുഷ്യരുടെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ തക്കണം കഴിയും. നാം അസംബ്ലി ഹാൾ, ഒരു ചർച്ച് ബിൽഡിങ്ങിന് വേണ്ടി കുറെ പൈസ കൊടുത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പേര് എല്ലായിടത്തും എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വലിയ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ മനുഷ്യരുടെ മുൻപിൽ നമുക്ക് നീതീകരിക്കപ്പെടുവാൻ കഴിയുമെങ്കിൽ തന്നെയും ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവസന്നിധിയിൽ ഒരു മനുഷ്യന് എങ്ങനെ നീതീകരിക്കപ്പെടുവാൻ കഴിയും, എങ്ങനെ നീതീകരിക്കപ്പെടുവാൻ കഴിയില്ല എന്ന് പറയുകയാണ്. ന്യായപ്രമാണത്താൽ അല്ലെങ്കിൽ പ്രവൃത്തികളാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടോ പുണ്യകാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ ഒരിക്കലും ഒരു വ്യക്തിക്ക് ദൈവസന്നിധിയിൽ നീതിമാൻ എന്നുള്ള ആ ഒരു പേരിൽ അറിയപ്പെടുവാൻ തൊക്കെ കഴിയുകയില്ല എന്നാണ് ഇവിടെ നമുക്ക് കഴിയുന്നത്. എന്താണ് ന്യായപ്രമാണം കൊണ്ട് ലഭിക്കുന്നത്? അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഇതിലുപരമായിട്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് നമുക്ക് ഒരു രക്ഷ നമുക്ക് ലഭിക്കയില്ല എന്ന് നാം കാണുന്നുണ്ട്. എന്നാൽ പിന്നെ എങ്ങനെയാണ് രക്ഷ ലഭിക്കുന്നത്? ന്യായപ്രമാണത്താൽ രക്ഷ ലഭിക്കയില്ല എങ്കിൽ ദൈവം അതിന് വേറൊരു മാർഗം ഒരുക്കിയിട്ടുണ്ട്. അതെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 21-ാം വാക്യത്തിൽ, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി, ആ ധാർമ്മികത വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പോൾ ന്യായപ്രമാണത്താൽ കഴിയാത്തതായിരിക്കുന്ന ഈ വലിയ ദൈവനീതി ന്യായപ്രമാണം കൂടാതെ തന്നെ നമുക്ക് ദൈവം തരുവാൻ തക്കം ആഗ്രഹിക്കുന്നു, ദൈവം തന്നിരിക്കുന്നു. എന്നാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അത് പറയുന്നത്, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും. ഈ വസ്തുത നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. എന്ത് വസ്തുത? ഒന്നാമത് വിശ്വസിക്കണം, ഈ ന്യായപ്രമാണത്താൽ എനിക്ക് രക്ഷ ലഭിക്കുകയില്ല. ഞാൻ എന്തെല്ലാം നന്മകൾ ചെയ്താലും അതുകൊണ്ട് എനിക്ക് രക്ഷ ലഭിക്കുകയില്ല. ഞാൻ എത്രമാത്രം തീർത്ഥയാത്ര ചെയ്തോ അതുകൊണ്ട് എനിക്ക് രക്ഷ ലഭിക്കുകയില്ല. ഞാൻ ചെരുപ്പില്ലാതെ കണ്ട് അനേക സ്ഥലങ്ങളിൽ പോയതുകൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളികളിൽ പോയി നേർച്ചകൾ ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞ് എൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടോ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടൊന്നും നമുക്ക് രക്ഷ ലഭിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇപ്പോഴോ
എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് അസാധ്യമാണെങ്കിൽ അതിന് പകരം ഇപ്പോൾ എന്ത് ചെയ്താൽ നമുക്ക് രക്ഷ ലഭിക്കും? ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അതാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ കാൽവരി ക്രൂശിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന വെളിപ്പെട്ടിരിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം ആ ന്യായപ്രമാണം കൂടാതെ രക്ഷയുടേതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് കാൽവരി ക്രൂശിൽ. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? അതിന് 22-ാം വാക്യത്തിൽ പറയുന്നത്, അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ളതായിരിക്കും രക്ഷയെക്കുറിച്ച് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നുണ്ട്. ആ സാക്ഷ്യപ്രകാരമാണ് കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ന്യായപ്രമാണം കൊണ്ട് സാധിക്കാത്തതായിരിക്കുന്ന ആ വലിയ ദൈവനീതി പ്രകടമാക്കേണ്ടതിനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരത്തിനായിട്ട് കുറിച്ച് മരിച്ചത്. അതുകൊണ്ട് 21-ാം വാക്യത്തിൽ പറയുന്നത് പോലെ വിശ്വസിക്കുന്ന എല്ലാവർക്കും, പ്രിയരെ, നമ്മുടെ മാതാപിതാക്കൾ വിശ്വസിച്ചു കാണും, അത് അവർക്ക് രക്ഷയ്ക്ക് കാരണമായി തീരും. എന്നാൽ നീ വിശ്വസിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് ചോദ്യമായിരിക്കുന്നത്. നിന്റെ ജീവിതം എപ്രകാരമാണ്? നിന്റെ മാതാപിതാക്കൾ നല്ലവരായിരിക്കാം, അവർ ദൈവഭക്തന്മാരായിരിക്കാം, അവർ ക്രിസ്തുവിൽ വിശ്വസിച്ചവരായിരിക്കാം. എന്നാൽ അത് അവിടെയല്ലേ ചോദിക്കുന്നത്. വിശ്വസിക്കുന്ന എല്ലാവർക്കും, വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഈ രക്ഷ ലഭിക്കുകയുള്ളൂ. നിന്റെ ജീവിതത്തിൽ നിനക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എങ്കിൽ, ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിനെ എന്തോ സ്വന്തം രക്ഷിതാവായിട്ട് നീ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഒരു പക്ഷേ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ആദ്യം തൊട്ടേ ശിശു സമയം തൊട്ടേ സൺഡേ സ്കൂളിൽ പോവുകയും യൂത്ത് മീറ്റിങ്ങിന് പോവുകയും VBSന് പോവുകയും ചർച്ചിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി 2000 വർഷങ്ങൾക്ക് കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ള വസ്തുത നിനക്ക് വേണ്ടി നീ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മാത്രമേ നിനക്ക് നീതീകരണം ലഭിക്കുകയുള്ളൂ, ആ ദൈവത്തിൻ്റെ മകളായി തീരുവാൻ കഴിയുള്ളൂ. ഇവിടെ ഞാൻ ഒരു ചോദിച്ചോട്ടെ, നിന്റെ ജീവിതം എപ്രകാരമായിരിക്കുന്നു? ഒരുപക്ഷെ നല്ല പേരുണ്ടായിരിക്കാം, ബൈബിളിലുള്ളതായിരിക്കുന്ന പേരുകൾ നല്ല പേരിട്ടിട്ടുണ്ടായിരിക്കാം, ചർച്ചിൽ പോകുന്നുണ്ടായിരിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ വാസ്തവമായിട്ട് നിന്റെ പേഴ്സണലായിട്ട് നിന്റെ വ്യക്തിപരമായ രീതിയിൽ നീ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു കാൽവരി കുരിശിൽ മരിച്ചതായിരിക്കുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ സ്വന്തം രക്ഷിതാവായിട്ട് നീ സ്വീകരിച്ചേ മതിയാകുകയുള്ളൂ. അതിനെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം അങ്ങനെ ഒരു തീരുമാനം നിങ്ങളാരെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ സന്ദേശത്തിനും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു തീരുമാനമെടുക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.